ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശിശുപരിപാലനം എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നടക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ 233 സൂക്തം പാരായണം ചെയ്യുകയും അതിൻ്റെ ചുരുങ്ങിയ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയും ചെയ്തു. ഇനി ആ സൂക്തത്തിലൂടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ഉമ്മ, ഒരു മാതാവ് മനസ്സിലാക്കി വെക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു ഡസനോളം കാര്യങ്ങൾ അതിലെ ബാഹ്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമാണ് അതിന്റെ ആശയം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുർആനിൽ ഓരോ ആയത്തിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സമുദ്ര സമാനമായ അർത്ഥങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന ചില ആശയങ്ങൾ നമുക്ക് പറയാം. ഒന്നാമതായി, ഒരു കുഞ്ഞിന് മുലയൂട്ടുന്ന പ്രായം എത്രയാണ്? ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് സമ്പൂർണമായ മുലയൂട്ടലാണ്. അതെത്രയാണ്? 2 വർഷമാണ്. ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശ കണക്കാണോ? അല്ല. അതാണ് ആദ്യം തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. വൽ വാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. പൂർണ്ണമായ 2 വർഷം. അപ്പൊ 2 വയസ്സ് തികയുന്നത് 24 മാസം. അറബി ചാന്ദ്രവർഷപ്രകാരമാണ് ഇതൊക്കെ നമ്മൾ കണക്കുകൂട്ടുക. നമ്മുടെ വയസ്സും ഇസ്ലാം ശറയിൽ പറയുന്ന നമ്മുടെ ഒരു സ്ത്രീയുടെ ആർത്തവ സംബന്ധമായി, അതല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തുന്ന സംബന്ധമായിട്ടൊക്കെ വയസ്സിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഒരു കുട്ടി വകതിരിവാകുന്ന സമയം പറയുന്നുണ്ട്, 7 വയസ്സായാൽ, അതുപോലെ 10 വയസ്സായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം അറബി വർഷപ്രകാരം, ചന്ദ്രവർഷപ്രകാരമാണ് കണക്കൂട്ടേണ്ടത്. അപ്പൊ 2 വർഷം പൂർണ്ണമായും, ഏകദേശ കണക്കല്ല, 2 വർഷം പൂർണ്ണമായും മുലയൂട്ടണം. അതാണ് ഒരു കുഞ്ഞിന്റെ പൂർണ്ണമായ മുലയൂട്ടൽ. അത് ചെയ്യുക എന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കുഞ്ഞിന്റെ ശാരീരികമായ വളർച്ചക്ക്, തലച്ചോറിന്റെ വളർച്ചക്ക്, ബുദ്ധിവികാസത്തിന്, എല്ലിന്റെയും പല്ലിന്റെയും ഉറപ്പിന്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ആന്തരിക അവയവങ്ങളും ബാഹ്യാവയവങ്ങളും എല്ലാം വളർച്ച പ്രാപിച്ചു വരുന്നേ ഉള്ളൂ. അത് ഘട്ടം ഘട്ടമായി കുഞ്ഞ് വളർച്ചയിലേക്ക് എത്തണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ശരീരം ഉറച്ചുറച്ചു വരുന്നത്. അത് കുഞ്ഞിന്റെ വളർച്ചയുടെ ഗതികൾ, അതിന്റെ ഘട്ടം എങ്ങനെയാണ്, ഇത്ര മാസമാകുമ്പോൾ ഇങ്ങനെയാവും, 7 മാസമാകുമ്പോൾ ഇത്രയായിരിക്കും, 1 വർഷമാകുമ്പോൾ കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്തിരിക്കണം. ശരാശരി കുഞ്ഞിന്റെ വളർച്ചയൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പൊ അതിലേക്ക് കടക്കാൻ സമയത്ത് ഈ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് മുലപ്പാൽ, മുലയൂട്ടൽ പൂർണ്ണമായി ലഭിക്കുക എന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവാനാണ് ഇസ്ലാം ആദ്യമായി പറയുന്നത്. പൂർണ്ണമായി മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്നവർ അവർ ചെയ്യേണ്ടത് 2 വർഷം പൂർണ്ണമായി മുലയൂട്ടലാണ്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം ചുരുക്കി പറഞ്ഞു പോവാം നമുക്ക്. രണ്ടാമത്തെ വിഷയം, ഒരു കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് ആ ഭാര്യക്ക് അതിൽ വല്ല പ്രതിഫലവും വാങ്ങാൻ പറ്റുമോ? അവകാശമുണ്ടോ? ഉണ്ട്. ഭാര്യക്ക് പ്രത്യേകിച്ച് ത്വലാഖ് ചെല്ലപ്പെട്ട സ്ത്രീയാണെങ്കിൽ, ത്വലാഖ് ചെല്ലപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴാണല്ലോ പ്രതിഫലം ചോദിക്കുക. ത്വലാഖ് ചെല്ലപ്പെട്ട സമയത്ത് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി, അവൾ ഗർഭിണിയായിരുന്നു, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സമയമായിരുന്നു, ഏതാണെങ്കിലും മുലയൂട്ടുന്ന കുഞ്ഞുണ്ട് എങ്കിൽ ആ ത്വലാഖ് ചെല്ലപ്പെട്ട സ്ത്രീക്ക് ഈ ഭർത്താവിനോട്, തന്റെ ഈ കുഞ്ഞിന്റെ പിതാവിനോട്, ഇപ്പോൾ ഭർത്താവല്ല, ഈ കുഞ്ഞിന്റെ പിതാവിനോട് ഈ കുഞ്ഞിനെ മുലയൂട്ടുന്ന വകയിൽ പ്രതിഫലം ആവശ്യപ്പെടാവുന്നതാണ്. അതിനർത്ഥം പ്രതിഫലം നിർബന്ധമായും ചോദിച്ചുകൊള്ളണമെന്നൊന്നുമല്ല. ആ സ്ത്രീക്ക് അതിന് അവകാശമുണ്ട്. അത് കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിന്, ഈ കുഞ്ഞിന്റെ പിതാവിനുണ്ട്. അത് അപ്പോൾ മാത്രമല്ല, അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് സ്ത്രീയുടെ അവകാശത്തെ ഇസ്ലാം കൃത്യമായി പറയാണ്. ഇനി അപ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്ത്, ത്വലാഖ് ചെല്ലപ്പെട്ടപ്പോൾ മാത്രമല്ല, തലാഖ് ചെല്ലപ്പെടാത്ത സമയത്തും
സ്ത്രീക്ക് ചെലവ് കൊടുക്കലും ഭക്ഷണം വാലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. സാധാരണഗതിയിൽ ശരീഅത്തിൽ അറിയപ്പെട്ട, ശരീഅത്തിൽ പറയപ്പെട്ടിട്ടുള്ള ചെലവ്, ഭക്ഷണവും വസ്ത്രവും ഈ സ്ത്രീക്ക് കൊടുക്കൽ പിതാവിന് നിർബന്ധമാണ്. അത് ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. അത് ത്വലാഖ് ചൊല്ലപ്പെട്ട സമയത്ത് മാത്രമല്ല. കാരണം ചിലപ്പോൾ ചില ആളുകൾ, ചില പുരുഷന്മാർ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ഇപ്പോ നമ്മൾ ഈ സ്ത്രീക്ക് ചെലവ് കൊടുക്കുന്നത്, ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നത് അവൾ കിടപ്പറയിൽ നമുക്ക് സഹകരിച്ചു തരികയും നമ്മുടെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി അവൾ സഹകരിക്കുകയും ശാരീരിക ആവശ്യം അവളുമായി നടത്തുകയും ചെയ്യുന്നതിന് പകരമായിട്ടാണ്. ആ സമയത്ത് മാത്രമേ നമുക്ക് അവൾക്ക് ചെലവ് കൊടുക്കേണ്ടതുള്ളൂ എന്നൊരു തോന്നൽ പുരുഷന്മാർക്ക് വേണ്ട. കാരണം പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, പ്രസവിച്ച ഉടനെയുള്ള സമയങ്ങളിൽ ശാരീരിക ബന്ധത്തിന് തടസ്സമുള്ള സമയമാണല്ലോ. പ്രത്യേകിച്ച് അശുദ്ധിയുടെ സമയം. നിഫാസ് രക്തം 60 ദിവസം വരെ നീണ്ടു നിൽക്കാം. 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ബന്ധം പറ്റുമെങ്കിലും പ്രസവിച്ച ഉടനെ തൊട്ടടുത്തുള്ള മാസങ്ങളൊക്കെ ശർഇൽ തെറ്റല്ലാത്ത സമയത്ത് പോലും പെട്ടെന്നൊന്നും ശാരീരിക ബന്ധം ഉചിതമായ കാര്യമല്ല. അവർക്ക് ശാരീരികമായിട്ട് ഭാര്യയ്ക്ക് പ്രസവം കഴിഞ്ഞൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ ഇപ്പോ എനിക്ക് ഭാര്യയുടെ ഭാഗത്തു നിന്ന് അത്തരം ആനുകൂല്യങ്ങളും അത്തരം ആസ്വാദനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ അവൾക്ക് ചെലവ് കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. മുലയൂട്ടുന്ന കുഞ്ഞിന് മുല കൊടുക്കുന്ന സമയത്ത് അവൾ അതിന് പ്രതിഫലം ചോദിക്കാം, പ്രതിഫലം കൊടുക്കണം. അതിന്റെ അർത്ഥം ഇനി നമ്മളൊക്കെ സ്ത്രീകൾ മുലയൂട്ടുന്നതിന് ഭർത്താവിനോട് പ്രതിഫലം ചോദിച്ചു ചെല്ലണമെന്നല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നേരെ മറിച്ചുകൊണ്ട് പല അവകാശങ്ങളും പല കാര്യങ്ങളും ഭർത്താവ് ചെയ്തു തരേണ്ടതല്ല. ഇത് ഭർത്താവിന്റെ ഔദാര്യം കൊണ്ട് ചെയ്തു തരികയാണ്. ഷറയിൽ പറഞ്ഞത് പ്രകാരം ഉള്ള ഷറഅ് ഒരു ഭാര്യക്ക് അനുവദിച്ചു തന്നതിലപ്പുറം ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്പര സഹകരണത്തിന്റെ ഭാഗമാണ് കുഞ്ഞിന് മുലയൂട്ടുക എന്ന് പറയുന്നതൊക്കെ. കുഞ്ഞിന് മുല കൊടുക്കുന്നതിന് നിങ്ങളെ കുട്ടിയല്ലേ, നിങ്ങൾ എനിക്ക് ശമ്പളം തരണം, എനിക്ക് മാസത്തിൽ ഇത്ര തരണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. പക്ഷെ അവൾക്ക് അതിന് അവകാശമുണ്ട്. ആ അവസ്ഥ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ത്വലാഖ് ചെല്ലപ്പെടുമ്പോഴാണ്. ത്വലാഖ് ചെല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവളെ അദ്ദേഹം ഒഴിവാക്കി, ഇനി അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് എനിക്കതിന് ചെലവ് തരണമെന്ന് ആവശ്യപ്പെടാം. പക്ഷെ അവിടെ തന്നെ പറയുന്നു അടുത്ത വിഷയം, അങ്ങനെ തന്നെ അത് ചൂഷണമാക്കി മാറ്റാൻ പറ്റുമോ? ത്വലാഖ് ചെല്ലപ്പെട്ടു എന്ന് കരുതി ത്വലാഖ് ചെല്ലേണ്ട ഘട്ടത്തിലല്ലേ ത്വലാഖ് ചെല്ലിയിട്ടുണ്ടാവുക. ത്വലാഖ് ചെല്ലുന്നതിനെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടോ അതിനെ ഒരു നല്ല കാര്യമായി പറഞ്ഞിട്ടേയില്ല. അത്യാവശ്യ ഘട്ടത്തിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാത്ത ഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ത്വലാഖ്. അങ്ങനെ ത്വലാഖ് ചെല്ലപ്പെട്ടാൽ തന്നെ ആ സമയത്ത് കുഞ്ഞ് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മുലയൂട്ടുന്നതിന് അതവൾക്കൊരു ബാധ്യതയാണല്ലോ. 2 വർഷത്തോളം ഈ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് അതിൻ്റെതായ ചില ബുദ്ധിമുട്ട് സ്ത്രീക്ക് എന്തായാലും ഉണ്ടല്ലോ. അതിന് ചെലവ് ആവശ്യപ്പെടാം. പക്ഷെ അതിൽ ചൂഷണമാക്കി മാറ്റാൻ പാടില്ല. അതാണ് അടുത്ത് ഇസ്ലാം പറയുന്നത്, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്തത് അടിച്ചേൽപ്പിക്കരുത്. ഇസ്ലാം ഒരിക്കലും അവരവർക്ക് കഴിയാത്തത് ഓരോരുത്തർക്കും കഴിയുന്നത് ഓരോരുത്തരെയും അവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഗതിക്കനുസരിച്ച് അവളോട് ആവശ്യപ്പെടാം എന്ന് വെച്ച് ലാ തുളാറ വാലിദതുൻ ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദി. ഇത്ര കൃത്യമായിട്ട് ഇസ്ലാം ഒരു സ്ത്രീയുടെ അവകാശം, സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശം, സ്ത്രീക്ക് അനുകൂലമായി നിന്നിട്ട് ഒരു പുരുഷ വിരുദ്ധ നിലപാട് ഇസ്ലാം എടുത്തില്ല. എന്നാൽ പുരുഷന്റെ കൂടെ നിന്നിട്ട് ഒരു പുരുഷ മേധാവിത്വം മാത്രം പറഞ്ഞിട്ട് സ്ത്രീയെ അവഗണിച്ച് തള്ളിയതുമില്ല. 2 കൂട്ടരുടെയും ബാലൻസ് കീപ്പ് ചെയ്തിട്ട് ഇസ്ലാം കൊണ്ടുപോകുന്നത്. അതാ പറയുന്നത്, ലാ തുളാറ വാലിദതുൻ ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദി. ഒരു ഉമ്മയും കുഞ്ഞിന്റെ കാരണം കൊണ്ട് വിഷമത്തിലാകരുത്, പ്രയാസത്തിലും ദുരിതത്തിലുമാകരുത്. എന്നാ ഒരു ഉപ്പയും ഈ കുഞ്ഞിന്റെ കാരണം കൊണ്ട് അതും പ്രയാസത്തിലാകരുത്. അതെങ്ങനെ പ്രയാസത്തിലാകരുത്? തന്റെ ജീവിതം ഭാര്യയുമായിട്ട് മുന്നോട്ട് പോകൂല എന്ന കാരണമാക്കിയപ്പോഴാണ് ത്വലാഖ് ചെയ്തത്. അത് ശറഅ അനുവദിച്ച ത്വലാഖായിരിക്കും. പക്ഷെ ഈ ത്വലാഖ് ചെല്ലപ്പെട്ടതിന് ശേഷം അവള് കുഞ്ഞിനെ മുലകൊടുക്കുന്ന സമയം അവൾ ലക്ഷങ്ങള് ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നതിന്റെ പ്രതിഫലമായി ചോദിക്കാൻ പാടില്ല. കണ്ടില്ലേ? എന്നാൽ അതേപോലെ അവൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കാനും പാടില്ല. അവൾക്കും ഇടങ്ങേറുണ്ടാക്കരുത്. അവ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് 2 പേർക്കും പറ്റാവുന്ന രൂപത്തിൽ അവന് താങ്ങാവുന്നത് അവനോട് ചോദിക്കുകയും
അവൾക്ക് അവകാശപ്പെട്ട രീതിയിൽ ശരാശരി കൊടുക്കേണ്ടത് അവൾ കൊടുക്കുകയും ചെയ്യണം. രണ്ടുപേർക്കും കൊടുക്കണം. അതാണ് അപ്പൊ ഒരു വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെട്ടാൽ ചെയ്യേണ്ടത് പരസ്പര ധാരണ പ്രകാരം രണ്ടു കൂട്ടർക്കും തെറ്റില്ലാത്ത രൂപത്തിൽ ചെയ്യുക. അതൊരു പ്രശ്നമാക്കി മാറ്റി ചൂഷണമാക്കി മാറ്റാൻ പാടില്ല. അടുത്ത വിഷയം, ഇനി അങ്ങനെ കൊടുക്കാൻ ഭർത്താവില്ലെങ്കിലോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാലോ. തലാഖ് ചൊല്ലപ്പെട്ടിരുന്നു, പക്ഷെ ഈ കുഞ്ഞിന്റെ പിതാവ് മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മരണപ്പെട്ട പിതാവിന്റെ കുഞ്ഞാണല്ലോ ഇത്. 2 വർഷം ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നതിന്റെ ചെലവ് ആര് വഹിക്കും? അവിടെയാണ് അത് ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ അതിൽ നിന്ന് കൊടുക്കണം. അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ഇതിനുള്ള ചെലവ് കൊടുക്കേണ്ടതാണ്. നോക്കൂ, അത്രയും എല്ലാ വഴികളും ഇസ്ലാം പറഞ്ഞു. ഇനി അടുത്ത വിഷയം ഇതൊക്കെ പറഞ്ഞു. മുലയൂട്ടുന്ന സമയം കൃത്യമായി മുലയൂട്ടേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞു, എത്ര വേണമെന്ന് പറഞ്ഞു, അതിന് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പ്രതിഫലം വാങ്ങാം. ഇനി അടുത്തത് 2 വർഷം പൂർണ്ണമായി മുലയൂട്ടണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പ് മുലകൂടി നിർത്താൻ പറ്റുമോ? കുഞ്ഞിന്റെ മുലയൂട്ടൽ നിർത്താൻ പറ്റുമോ? ഫഇൻ അറാദാ ഫിസ്വാലൻ അൻ തറാദിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ. പറ്റും. പക്ഷേ രണ്ടുപേരും മുലകുടിക്കുന്ന പൂർണ്ണമായ പ്രായം 2 വയസ്സെത്തലാണ്. അതിന്റെ മുമ്പ് മുലയൂട്ടൽ നിർത്താം. പക്ഷെ ഒരാളൊറ്റക്ക് തീരുമാനിച്ചാൽ പറ്റില്ല. ഭർത്താവ് പറഞ്ഞപ്പോ മുലയൂട്ട് നിർത്താം. ഭർത്താവ് ചിലപ്പോൾ അടുത്ത ഗർഭത്തിനുള്ള ആയിരിക്കാം, അതിനു വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞത് ഇനിയിപ്പോ മുലയൂട്ടിൽ ഇപ്പൊ നിർത്താം, 1.5 വയസ്സായല്ലോ. ഭാര്യ പറഞ്ഞു പറ്റൂല, ഇപ്പൊ നിർത്താൻ പറ്റൂല, എന്നാ നിർത്താൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും നിർത്താം. ഇനിയിപ്പോ മുലയൂട്ടിൽ 1.5 വയസ്സായല്ലോ, അല്ലെങ്കിൽ 2 വയസ്സിനോട് അടുത്തല്ലോ എന്ന കാരണം കൊണ്ട് രണ്ടുപേരും തൃപ്തിപ്രകാരം തശാവുരിൻ കൂടിയാലോചിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ട്, അത് അവർ പരസ്പരം കൂടിയാലോചിക്കലല്ല. ചിലപ്പോൾ അതിനെക്കുറിച്ച് കുഞ്ഞിനിപ്പോൾ മുലകൂടി നിർത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ഡോക്ടറോടോ അതിനെക്കുറിച്ച് വിദഗ്ധരോടോ അല്ലെങ്കിൽ അറിവുള്ളവരോടോ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് മുലകൂടി നിർത്തിയാൽ ഫലാ ജുനാഹ അലൈഹിമാ, അത് കുഴപ്പമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ പറയേണ്ടത് അവിടെ നമ്മൾ ആവശ്യമില്ലാതെ മുലകൂടി നിർത്താൻ പാടില്ല എന്നതാണ്. ആവശ്യമുണ്ടെങ്കിലാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുഞ്ഞിന് മുല കൊടുക്കാൻ ഇനി തുടരാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. മുലയൂട്ടൽ ഇനി കുഞ്ഞിന് ഇനി മുല കൊടുക്കാൻ പാടില്ല, മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി കുഞ്ഞിന് മുല കൊടുക്കരുത്. അപ്പൊ അവിടെ നിർത്താം. അതൊരു കാരണമാണ്. അല്ലെങ്കിൽ കുഞ്ഞിന് മുല കൊടുക്കാൻ ഇനി പറ്റില്ല, സ്ത്രീക്ക് ഭാര്യക്ക് ഈ മുലയൂട്ടുന്ന ഉമ്മക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, അവർക്ക് ഇനി മുലയൂട്ടിയാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, മുലയൂട്ടാൻ പറ്റില്ല, അപ്പോൾ നിർത്തേണ്ടി വരും. ഇങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലാതെ നിർത്തരുത്. നീ നിർത്തുകയാണെങ്കിൽ തന്നെ ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടിയാണ് നിർത്തേണ്ടത്. ഇനി ഇത് മാത്രമല്ല, അതിനേക്കാൾ മുലയൂട്ടാൻ പാടുണ്ടോ അതും പഠിക്കണമല്ലോ. 2 വയസ്സിനേക്കാൾ മുകളിൽ 2 വയസ്സ് കഴിഞ്ഞു, അറബി വർഷപ്രകാരം ചാന്ദ്രവർഷപ്രകാരം 2 വയസ്സ് പൂർത്തിയായതിനു ശേഷം മുലയൂട്ടണോ അതും ഒഴിവാക്കുകയാണ് വേണ്ടത്. 2 വയസ്സ് കഴിഞ്ഞാൽ 2 വയസ്സായാൽ പിന്നെ മുലയൂട്ടാതിരിക്കുകയാണ് നല്ലത്. ഇനി മുലയൂട്ടിയാൽ തെറ്റുണ്ടോ? തെറ്റില്ല. അത് ഇതി പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മുലയൂട്ടൽ നിർത്താൻ പരസ്പര ധാരണയുടെ ആവശ്യമില്ല. ഒരാൾക്കനെ നിർത്താം. ഭാര്യ പറഞ്ഞു ഞാൻ എന്റെ കുട്ടിയല്ലേ, ഞാൻ എന്തായാലും 3 വയസ്സ് വരെ കൊടുക്കാൻ തീരുമാനിച്ചു. ഭർത്താവ് പറഞ്ഞു പറ്റൂല, നിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം. കാരണം ഇനി കുട്ടിക്ക് അവകാശം 2 വയസ്സ് വരെ കുട്ടിയുടെ അവകാശമാണ്. 2 വയസ്സ് വരെ കുട്ടിയുടെ അവകാശം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം മുലകുടി ഇങ്ങനെ കുട്ടി അത് പൂതി തീരോളം കുടിച്ചോട്ടെ എന്ന് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയിൽ പറയുന്നുണ്ട്, ഫലാ തുറുംബിൽ മആസി കസ്റ ശഹവതിഹ ഇന്ന തുആമ യുഖവി ശഹവതൻ നഹിമി വന്നഫ്സു കത്തിഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബ അല ഹുബ്ബിർ റളാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി എന്ന് പറയുന്നുണ്ട്. അതായത് തെറ്റു ചെയ്ത് നീ ഫലാ തുറുംബിൽ മആസി കസ്റ ശഹവതി, നിന്റെ ശരീരത്തിന്റെ വികാരം തെറ്റിനോടുള്ള ആശ തീർത്തോട്ടവന് ചെയ്താട് മടുത്തോളും എന്ന് നീ കരുതണ്ട. കാരണം അത്യാഗ്രഹിക്ക് തീറ്റ തിന്നും തോറും അത്യാഗ്രഹം കൂടും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, തിന്ന് പൂതിരുമ്പോ നിർത്തിക്കോളും. അങ്ങനെയല്ല,
ഒരു തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് പൂതി കെട്ട് നിർത്തല്ല ചെയ്യുക, അത് വീണ്ടും വീണ്ടും അതിനോട് അഭിനിവേശ ആഗ്രഹം കൂടുകയാണ് ചെയ്യുക. തീറ്റക്കാരൻ തീറ്റക്കോതി തിന്നുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്, കൂടിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് മുലയൂട്ട്. എന്നിട്ട് അത് താഴെ ഇമാം ബൂസീരി വെറുതെയിൽ പറയാണ്, വന്നഫ്സു ഖത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിറളാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി. കുട്ടി ശരീരം, നമ്മുടെ ശരീരം കുഞ്ഞിനെ പോലെയാണ്. എന്താ പ്രത്യേകത? കുട്ടി 2 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ മുല കൂടി നിർത്തിയില്ലെങ്കിൽ അത് പൂതി കെടുവോളം കുടിച്ചോട്ടെ, കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുത്താൽ യുവാവാവോളം കുടിക്കും. എന്നാലും കുട്ടിക്ക് മുലകൂടിന്റെ പൂതി തീരൂല. കുട്ടിയല്ല, പിന്നെ പ്രായം കഴിഞ്ഞ് പ്രായപൂർത്തി എത്തിയാൽ ഷബ്ബഅലഹുബ്ബിറളാഇ മുല കുടിക്കാനുള്ള താല്പര്യത്തിൽ അങ്ങാട് പോകും. അതുകൊണ്ട് കുട്ടിയോട് കൃപ തോന്നിയിട്ട്, കുട്ടിയോട് സ്നേഹം കൂടിയിട്ട്, വാത്സല്യം കൂടിയിട്ട് 2 വയസ്സും കഴിഞ്ഞിട്ട് മുലയൂട്ടേണ്ടതില്ല. അത് നിർത്തുക, 2 വയസ്സായി നിർത്തുക. അവിടെ നിന്ന് അങ്ങോട്ട് നീ 2 വയസ്സും കഴിഞ്ഞിട്ട് കുറച്ച് മാസമൊക്കെ ചിലപ്പോൾ കൊടുക്കും. 2 വയസ്സും 2 മാസമൊക്കെ ചിലപ്പോൾ കൊടുത്തു എന്ന് വരും. തെറ്റാണോ? തെറ്റല്ല. 2 വയസ്സിന്റെ കൃത്യമായി 2 വയസ്സ് പൂർണ്ണമായി കൊടുക്കുക, അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ശീലം. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ഖതാദ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. മഹാനവറുകൾ പറയുന്നു, കാന റളാഉ വാജിബൻ ഫിൽ ഹൗലൈൻ. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യകാലത്ത് അന്ന് മുലയൂട്ടുന്ന പ്രായം 2 വർഷം നിർബന്ധമായിരുന്നു. 2 വർഷം മുലയൂട്ട് നിർബന്ധമായിരുന്നു. അന്ന് അതിന്റെ മുമ്പ് മുല കൂടി നിർത്തല് ഹറാമായിരുന്നു. പിന്നെ ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങി. ഏത് ആയത്ത്? ഫഇൻ അറാദാ ഫിസ്വാലിൻ അൻ തറാദിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ആ നിയമം ഉയർത്തപ്പെട്ടു. ആദ്യകാലത്ത് 2 വയസ്സ് പൂർണ്ണമായും കുഞ്ഞിന് മുല കൊടുക്കൽ നിർബന്ധമായിരുന്നു. അതിന്റെ മുമ്പ് മുല കൂടി നിർത്തൽ ഹറാമായിരുന്നു. 2 വയസ്സ് കൊടുത്തിൽ ഈ കുറ്റം കിട്ടുമായിരുന്നു. ഇത് ആയത്തിറങ്ങിയതോടുകൂടി അത് ആ നിയമം മാറ്റപ്പെട്ടു. അതായത് 2 വയസ്സ് മുഴുവൻ കൊടുക്കൽ നിർബന്ധമില്ല. അതിന്റെ മുമ്പ് വേണമെങ്കിൽ പരസ്പര ധാരണയോടുകൂടി നിർത്താം. ഇപ്പൊ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷയമാണല്ലോ ഇത്. ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം 2 വയസ്സ് പൂർത്തിയാകുവോളം മുല കുടിക്കണം, മുല കൊടുക്കണം, മുലയൂട്ടണം എന്നാണല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത് ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വയസ്സ് കുഞ്ഞിന്റെ അവകാശം മുല കുടിക്കാനുള്ള, ആ അവകാശം ധ്വംസിക്കപ്പെടുന്ന, ആ അവകാശം നിഷേധിക്കപ്പെടുന്ന രീതിയിൽ ഗർഭധാരണം ഒഴിവാക്കണമെന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുഞ്ഞിന്റെ അവകാശം, കുട്ടി ജനിച്ച് 3 മാസം 5 മാസം ആയപ്പോഴേക്ക് അടുത്ത ഗർഭം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 1ാമത്തെ കുഞ്ഞിന് മുല കുടിക്കാൻ പറയപ്പെട്ട പൂർണ്ണമായ മുലയൂട്ടലിന് മുല കുടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മുലക്കുടി മുട്ടിപ്പോകുന്ന രൂപത്തിൽ ഗർഭധാരണം ഒഴിവാക്കുകയാണ് വേണ്ടത്. ഗർഭധാരണം ഒഴിവാക്കുക എന്ന് വെച്ചാൽ അത് ഗർഭവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നശിപ്പിക്കൽ ഹറാമാണ്. അങ്ങനെയല്ല പറയുന്നത്. അവിടെ മുൻകരുതൽ എടുക്കുകയും ഗർഭധാരണം ഒരു സ്ത്രീക്ക് ഏത് സമയത്താണ് ഗർഭധാരണം ഉണ്ടാവുക? എല്ലാ ദിവസത്തിലെയും ശാരീരിക ബന്ധത്തിലൂടെ ഗർഭധാരണം ഉണ്ടാവുന്നില്ലല്ലോ. ഏത് സമയത്താണ് അതിന് സാധ്യതയുള്ള ദിവസം എന്നൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ആർത്തവ ചക്രം, അവരുടെ മെൻസ്ട്രൽ പീരിയഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏത് ദിവസത്തിലായിരിക്കും അവർക്ക് ഗർഭധാരണ ഉണ്ടാവുക, ഏത് ദിവസത്തിലെ ബന്ധത്തിലാണ് ഗർഭധാരണ ഉണ്ടാവുക എന്ന്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശ്രദ്ധ പുലർത്തേണ്ടതാവുന്നു എന്നതുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. അടുത്ത വിഷയം, ഇനി മുലയൂട്ടാൻ നമുക്ക് കഴിയില്ലെങ്കിലോ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഇൻ അറത്തും അൻ തസ്തർദിഉ ഔലാദകും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതീതും ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ മറ്റൊരാളെ നിങ്ങൾക്ക് മുലയൂട്ടാൻ ഏൽപ്പിക്കുകയും ചെയ്യാം, തെറ്റില്ല. പക്ഷെ നിങ്ങൾ പ്രതിഫലം കൊടുക്കണം. സാധാരണഗതിയിൽ പ്രതിഫലം കൊടുക്കൽ നിർബന്ധമുണ്ട് എന്നല്ല, പ്രതിഫലം കൊടുക്കാതെയും പറ്റും. ഒരാൾ സൗജന്യമായി ഒരു സ്ത്രീ അവരുടെ വകയായി നമ്മുടെ കുഞ്ഞിന് മുല കൊടുക്കാൻ തീരുമാനിച്ചാൽ തെറ്റൊന്നുമല്ല. പക്ഷെ സാധാരണഗതിയിൽ അക്കാലത്ത് പ്രതിഫലം കൊടുക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ അറേബ്യയിലൊക്കെ മുല കൊടുക്കുക എന്ന് മറ്റുള്ളവരുടെ മക്കൾക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രാമീണ സ്ത്രീകൾ വരാറുണ്ടായിരുന്നു. കാരണം ഗ്രാമീണ സ്ത്രീകൾ, ഗ്രാമത്തിൽ താമസിക്കുന്ന ആ സ്ത്രീകൾക്ക് അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്.
മുലയൂട്ടാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിടെ വളരും, കുട്ടികൾക്ക് അവരുടെ ക്ലൈമറ്റ് ശരിയായി കിട്ടും, അവർക്ക് നല്ല നാച്ചുറലായ അവരുടെ കൂടുതൽ ആരോഗ്യത്തിന് നന്നായിരിക്കും. അങ്ങനെയൊക്കെ പല കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ അവിടുത്തെ പോറ്റുമ്മയാണല്ലോ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ. നമുക്കറിയാലോ അക്കാലത്ത് മുലയൂട്ടാൻ വേണ്ടി സ്ത്രീകൾ ആളുകൾ അന്വേഷിച്ച് വരാറുണ്ടായിരുന്നു. മുലയൂടിക്കുന്ന കുട്ടികളെ അതിന് തറവാട്ടിലുള്ള വലിയ പണക്കാരുടെ മക്കളെയൊക്കെ മുലയൂട്ടാൻ കൊണ്ടുപോകാൻ ആളുകൾക്ക് മത്സരമായിരുന്നു. കാരണം അന്ന് നല്ല വേതനം കിട്ടും, നല്ല പ്രതിഫലം കിട്ടും. നല്ല പണക്കാരുടെ മക്കളെ കൊണ്ടുപോയാൽ നല്ല പ്രതിഫലം കിട്ടും, നല്ല വേതനം കിട്ടും. ആ കാലഘട്ടത്തിലാണല്ലോ മഹദിയായ ഹലീമ ബീവി ആരുമില്ലാത്ത യതീമായ കുഞ്ഞായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പറയുന്ന പിഞ്ചോമനെ ഏറ്റെടുത്തു. അതോടുകൂടി വീട്ടിൽ ഐശ്വര്യം ഉണ്ടായി, ബർക്കത്തുണ്ടായി എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ മുലയൂട്ടാൻ കൊണ്ടുപോവുക എന്നത് വ്യാപകമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അത് ഇല്ല, തീരെ ഇല്ല എന്നല്ല, ചിലയിടത്തൊക്കെ ഉണ്ട്. ചിലപ്പോ വളരെ ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉമ്മ മരിച്ചു പോയാലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ കുഞ്ഞുങ്ങളെ പിന്നെ മറ്റുള്ളവർ മുലയൂട്ടും. അല്ലാത്ത രീതിയിൽ മുലയൂട്ടൽ അല്ലെങ്കിൽ രോഗം ഉണ്ടായതുകൊണ്ട് മുല കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ മുലയൂട്ടാറുണ്ട്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ മുലയൂട്ടുന്ന പതിവ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഏറ്റവും നല്ലതും അത് തന്നെയാണ്. നമ്മൾ സ്വന്തം ഉമ്മ മുലയൂട്ടലാണ് നല്ലത്. അതുകൂടി ഇതിനെ കൂട്ടത്തിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ഡസനോളം കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും നല്ലത് സ്വന്തം ഉമ്മ തന്നെ മുലയൂട്ടലാണ്. ഒരു കുഞ്ഞിനെ വളർത്താനും മുലയൂട്ടാനും ഏറ്റവും ബന്ധപ്പെട്ടത് ആരാ? ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും തമ്മിൽ വേർപിരിഞ്ഞു പോയി. ഭാര്യ ഭർത്താവും തലാഖല്ലി വേർപിരിഞ്ഞു. കുട്ടിക്ക് വേണ്ടി തർക്കം കൂടും. കുട്ടി ഞങ്ങളുടെ അടുത്ത് വെക്കണം, കുട്ടി എന്റെ അടുത്തായിരിക്കണമെന്ന്. അവിടെ ഇസ്ലാം കൃത്യമായി പറഞ്ഞൊരു വിഷയമുണ്ട്. കുഞ്ഞിനെ വളർത്താൻ ഏറ്റവും ബന്ധപ്പെട്ടതും അതിന് ഏറ്റവും കടപ്പെട്ടതും ഉമ്മയാണ്. ഉമ്മ വളർത്താൻ ഏറ്റവും ബന്ധപ്പെട്ടത്. അതിന്റെ അർത്ഥം ഉമ്മക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കുഞ്ഞ് എന്നൊന്നല്ല. കുഞ്ഞിനെ വളർത്താൻ ഏറ്റവും കടപ്പെട്ടതും ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മയാണ്. ഉമ്മമാർക്കേ കുഞ്ഞുങ്ങളെ യഥാവിധി വളർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം ഉമ്മക്ക് തന്നെ മുല കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനാണ് മുൻഗണനയുള്ളത്. ഇനി അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല, അങ്ങനെ ഏൽപ്പിക്കാവുന്നതാണ്. അവർക്കും നമ്മൾ കൂലി കൊടുക്കാം. അവർ ചോദിക്കുന്ന പക്ഷം കൊടുക്കാം. അങ്ങനെയാണല്ലോ അതിന്റെ ശൈലി. മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ മുലയൂട്ടുക വലിയ ഗാഢമായ ബന്ധം ഉണ്ടാക്കും. അതുകൊണ്ടാണ് മുലകുടിയിലൂടെയുള്ള ബന്ധം മഹ്റമിയത്ത്. മുലകുടി ബന്ധം മൂലം വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ബന്ധം ഉണ്ടാവും, മഹ്റമായി തീരും. അതായത് നമ്മുടെ സ്വന്തം പെങ്ങളെ പോലെയായി അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ പോലെയാവുകയാണ് മുലകുടിയിലൂടെയുള്ള നമ്മുടെ ഉമ്മ. 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മുലകുടിക്കണം. അല്ലാതെ ഇപ്പൊ നമുക്കൊരു മുലകുടിയിലൂടെ ബന്ധം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പറ്റൂല. 2 വയസ്സ് ചന്ദ്രവർഷപ്രകാരം 2 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് 5 തവണ ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ ആ സ്ത്രീ ഈ കുഞ്ഞിന്റെ ഉമ്മയായി, മുലകുടിയിലൂടെയുള്ള ഉമ്മയായി. ആ പെണ്ണിന്റെ ഭർത്താവ് ഈ കുഞ്ഞിന്റെ മുലകുടിയിലൂടെയുള്ള ഉപ്പയായി മാറി. ആ സ്ത്രീയുടെയും ആ ഭർത്താവിന്റെയും മാതാപിതാക്കളെല്ലാം ഈ കുട്ടിയുടെ നേരെ മഹ്റമുകളായിപ്പോയി, സ്വന്തം വല്യമ്മമാരെ പോലെ. ആ സ്ത്രീയുടെ മകൾ ഇവന്റെ പെങ്ങളായിപ്പോയി, കല്യാണം കഴിക്കാൻ പറ്റൂല. ഇങ്ങനെ അങ്ങോട്ട് ഗാഢമായ ബന്ധമുണ്ടായി. അപ്പൊ മുല കുടിക്കുക എന്ന് പറയുന്നതും മുലയൂട്ടുക എന്ന് പറയുന്നതും ചെറിയൊരു വിഷയമല്ല. അത് വളരെയധികം ഗാഢമായ ബന്ധമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിന് മുല കൊടുക്കുന്നത്, 2 വർഷം മുലയൂട്ടുക എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് ഒരു ഉമ്മയോട് സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുഞ്ഞിന് അവകാശപ്പെട്ട രീതിയിൽ മുലയൂട്ടുക എന്ന് തന്നെയാണ്. പലരും സൗന്ദര്യം നഷ്ടപ്പെട്ടു. കുറെ മുലയൂട്ടുമ്പോൾ ശരീരത്തിന്റെയും മാരടത്തിന്റെയൊക്കെ സൗന്ദര്യം പോകുമെന്ന് അബദ്ധം മനസ്സിലാക്കി വെച്ച കുറെ പോസ്റ്റ് മോഡേൺ ഉമ്മമാര് ഏറ്റവും ഈ സമകാലിക ഉമ്മമാരുടെ ഒരു കാലമാണിപ്പോ. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. മാതാപിതാക്കളോടുള്ള, പ്രത്യേകിച്ച് ഉമ്മമാരോടുള്ള മക്കളുടെ കടപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുലയൂട്ടുന്നിടത്താകുന്നു. മുലയൂട്ടൽ കുറഞ്ഞാൽ അത് അവരുടെ ഭാവിയിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ സ്നേഹത്തിലെല്ലാം പ്രകടമാകുമെന്നാണ് മനസ്സിലാവുന്നതും. അതാണ് പഠനം കൊണ്ട് മനസ്സിലാവുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചുരുക്കി ഒരു 12ഓളം കാര്യങ്ങൾ. ഇപ്പോൾ മുലയൂട്ടുന്ന പ്രായം ഞാൻ പറഞ്ഞു, മുലയൂട്ടുന്ന ചെലവ്, അത് ചൂഷണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അത് പിതാവ് ഇല്ലെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിന്റെ ബാധ്യതയുള്ളത്.
തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭധാരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി മുലയൂട്ടാൻ ഏൽപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി വിശദമായി പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.